ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും ഇന്നത്തെ പാഠപഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 6ാമത്തെ പാഠമാണ്. അതിൻ്റെ ഹെഡിങ് ചെങ്കടലിലൂടെ, ത്രൂ ദ റെഡ് സീ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠനഭാഗം. ഇതിനോടകം തന്നെ നമ്മൾ 5 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മിസ്രൈമിലുണ്ടായ ബാധകളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ അവിടെ നിന്നുള്ളതായ പുറപ്പാട്, ആ ചെങ്കടലിലൂടെയുള്ളതായ പുറപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ മനഃപ്പാഠവാക്യമായിട്ടുള്ളത് പുറപ്പാടിൻ്റെ പുസ്തകം 14ാമത്തെ അധ്യായം 13-14 വാക്യമാണ്. അതിങ്ങനെ പറയുന്നു: മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശ്ചലരായി നിന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രൈമ്യരെ നിങ്ങൾ വീണ്ടും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പാഠപഠനത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പഠനത്തിലേക്ക് അടിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇതിലൂടെ കർത്താവെ, അടിങ്ങൾ എന്താണ് മനസ്സിലാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അടിങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അടിങ്ങൾക്ക് വചനം ഗ്രഹിച്ച് അതുപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങളെ കരങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു, കുറവാക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഏവരെയും ഒരിക്കൽ കൂടി ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ, ദേശത്തും സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിരുന്നുകൊണ്ട് ശ്രമിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കൊരുമിച്ച് ഈ പാഠപഠനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ മനഃപ്പാഠവാക്യം നമ്മൾ വായിച്ചത്: മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശ്ചലരായി നിന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രൈമ്യരെ നിങ്ങൾ വീണ്ടും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ പുറപ്പാടെന്ന് പറയുന്നത് ദൈവജനത്തിൽ ഏറ്റവും നാടകീയവും മഹത്വപൂർണമായ ഒരു അനുഭവമാണ്. ദൈവം എബ്രായരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തിലേക്ക് വിജയകരമായി കൊണ്ടുവന്നതിൻ്റെ ദിവ്യ മാതൃകയാണ് ഈ സംഭവം മുഴുവൻ. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രതീകമാണ്, ഇതൊരു നിഴലാണ്, ഇതൊരു ഫോർ ഷാഡോ ആണ്. എന്താണിത്? ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രതീകം കൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംബോളിക് ആണ് ഈ മിസ്രൈമിലുള്ളതായ ഇസ്രായേൽ ജനത്തിൻ്റെതായ പുറപ്പാട്. നമ്മളത് മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ നിരാശാജനകമായി വന്നു കഴിഞ്ഞിരിക്കുക. അവർക്ക് വളരെ നിരാശയാണ്. ഇനി അവരുടെ യാത്ര മുൻപോട്ടുള്ളത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അവർ വന്നു നിൽക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഒന്ന്, അവർക്ക് ഇനി സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. അവർ ഇനി വിടുവിക്കപ്പെടണമെങ്കിൽ അതൊരു ദൈവിക പ്രവൃത്തിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ പാപത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. അപ്പോ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോഴും അവിടെയും അവർക്ക് അവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് കഴിവുകൊണ്ടൊന്നും അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടെയും ഒരു ദൈവിക പ്രവൃത്തിയുടെ മാത്രമേ അത് സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന് ഇപ്പോൾ വീണ്ടും ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കാണുന്നത് മിസ്രൈമ്യ സൈന്യത്തെയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതായ ഒരു സാഹചര്യം. അപ്പൊ ഈ പുറപ്പാടിനെ മൊത്തത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മളും ഒരുപക്ഷെ പാപത്തിൽ അകപ്പെട്ട് സ്വയം രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ കുരിശും ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി അതിൽ ചെയ്തതും മാത്രമാണ് നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. പുറപ്പാടിൻ്റെ പുസ്തകം 15ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നുകൊണ്ട് ഇത് അതിൻ്റെ മൊത്തത്തിലുള്ള ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. സങ്കീർത്തനങ്ങൾ സന്തോഷപൂർവ്വം അവരുടെ സങ്കീർത്തനം ആലപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും അത്ഭുതകരമായ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തികളും ഒക്കെ അവരുടെ
ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അവരെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുമായി ഇതിനെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ അത് താരതമ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വിധത്തിലാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. ഇത് വെറും ഒരു നിഴല് മാത്രമാണ്. നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, ബാധകൾ ഓരോന്നോരോന്നായി അവിടെ വന്നപ്പോൾ ഓരോ പ്രാവശ്യവും ഫറവോൻ എന്ത് ചെയ്യും? ബാധ വരും. അത് കഠിനമാകുമ്പോൾ മോശയെ വിളിച്ച് ഞാൻ അവരെ വിട്ടയക്കാന്ന് പറയും. മോശ ബാധ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും, അത് ഒഴിഞ്ഞു പോകും. ഫറവോൻ പിന്നെയും എന്ത് ചെയ്യത്തില്ല? അവരെ വിട്ടയക്കത്തില്ല. അങ്ങനെ ഏറ്റവും അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിന്റെ ബാധ വന്നപ്പോൾ, അല്ലെങ്കിൽ ആ പെസഹയുടെ രാത്രിയിൽ എന്ത് സംഭവിക്കുകയാണ്? മിസ്രൈമിലുള്ള എല്ലാ ആദ്യജാതന്മാരെയും കൊല്ലുകയാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയും എല്ലാം അവിടെ നശിപ്പിക്കുകയാണ്. ആ സമയത്ത് ഫറവോൻ എന്ത് ചെയ്യാണ്? ഇവരോട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ്, പോയി ദൈവത്തെ ആരാധിക്കാൻ പറയുകയാണ്. ആ രാത്രിയിൽ ഇസ്രായേൽ ജനത്തിന് ഒരു അടയാളം അവിടെ കൊടുത്തിരുന്നു. എന്തായിരുന്നു അത്? അവരുടെ കട്ടളപ്പടിമേൽ, ഉമ്മറപ്പടിമേൽ എന്ത് ചെയ്യണമായിരുന്നു? രക്തം പുരട്ടണമായിരുന്നു. അങ്ങനെ രക്തത്തിന്റെ അടയാളം അവിടെ ഉണ്ടെങ്കിൽ ആ വീടുകളിലേക്ക് സംഹാരദൂതൻ കടന്നു വരാതെ അവരെ സംരക്ഷിക്കുമായിരുന്നു. അപ്പൊ നമ്മളിത് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ വായിക്കാമെങ്കിൽ, ഫറവോൻ അവരെല്ലാം പോകുവാൻ അനുവദിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ. ഇത് ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമുക്കത് വളരെ വിചിത്രമായി തോന്നിയേക്കാം. നോക്കണം, ഇതുവരെയും അവരെ വിട്ടയക്കാൻ ഓരോ പ്രാവശ്യം അയക്കാമെന്ന് പറയുകയും പിന്നീട് അയക്കാത്തതായ ഫറവോൻ ഈ സമയത്ത് പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളുവീൻ, അവരെ പോകാൻ അനുവദിക്കുന്നു. എന്നിട്ട് പറയാം, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവീൻ, എന്നെ കൂടി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിപ്പീൻ. അപ്പോ ഈ എന്നെയും അനുഗ്രഹിക്കണമെന്ന ഈ അപേക്ഷ രസകരമെന്ന് നമുക്ക് തോന്നുകയാണ്. മിസ്രൈമ്യ ജനത്തിനിടയിൽ ഫറവോൻ തന്നെ അവർക്ക് ദൈവമാണ്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ദൈവമായിരിക്കുന്ന ഫറവോൻ എന്തിനാണ് എബ്രായരുടെ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ, അല്ലെങ്കിൽ ആ ദൈവത്തോട് അവനെ അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടുന്നത്? എബ്രായ ദൈവത്തിന്റെ ശക്തി അവൻ മനസ്സിലാക്കിയത് കൊണ്ടാവാം. പക്ഷേ അതിൽ നിന്നൊരുപക്ഷെ അവന് പ്രയോജനം ലഭിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലാതെ അവനൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കുറ്റബോധത്തിന്റെ അവസ്ഥയിൽ വന്നതിന്റെ ഫലമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അവന് ഈ എബ്രായ ദൈവജനത്തിന്റെ ദൈവത്തിന്റെ ശക്തി മനസ്സിലായപ്പോൾ ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഫറവോനെ, മാനസാന്തരപ്പെടാത്ത ഫറവോനെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അവരെ അവിടുന്ന് പുറപ്പെടാൻ അനുവദിച്ചു. അതുവരെയും എന്തായിരുന്നു? മത്സരത്തിലും ശാഠ്യത്തിലും പാപത്തിലും അഹങ്കാരത്തിലും ആണ്ടുകിടന്നവനാണ് ആര്? ഈ ഫറവോൻ. ഒടുവിൽ അവൻ സമ്മതം നൽകി. പക്ഷെ അത് യഹോവയുടെ ഇഷ്ടത്തിന് കീഴടങ്ങിയത് കൊണ്ടല്ല, മറിച്ച് അത് പരാജയത്തിൽ നിന്നായിരുന്നു. അവന് ഇനി ഓരോ പ്രാവശ്യവും അവൻ പരാജയപ്പെടുകയാണ്. അവൻ അതിനെ അതിജീവിക്കാൻ ഒരു മാർഗമുണ്ടായിരുന്നില്ല. അങ്ങനെ പരാജയത്തിൽ നിന്ന് അവൻ പരാജയം കൊണ്ട് അവൻ കീഴടങ്ങുകയാണ്. അല്ലാതെ അവന് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിട്ടല്ല. അവന്റെ പിൽക്കാല പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നത് പോലെ തൻ്റെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന നാശം തടയാൻ അവൻ ആഗ്രഹിച്ചു. അതായത് ഇപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടുത്തെ മിസ്രൈമ്യർ പോലും എന്താണ് പറയുന്നത്? ഇസ്രായേൽ ജനത്തിൽ പറയുന്നത്, നിങ്ങൾ പൊയ്ക്കൊള്ളുവീൻ. കാരണം അവർക്കും വല്ലാത്തൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ ജനത്തിന് സംഭവിക്കുന്നതൊക്കെ ആ നഗരം മുഴുവൻ നശിച്ചു പോകും, അവർ മുഴുവൻ നശിച്ചു പോകും എന്നുള്ളതായ ഒരു ഭീതി അവരിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഫറവോൻ എന്തായി മാറിയിരിക്കുന്നു? ഫറവോൻ ഏറ്റവും അപമാനിതനായി, ഏറ്റവും മോശമായ ബാധ എന്നുള്ള ദാരുണമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇസ്രായേലിനെ മിസ്രൈം വിടാൻ അവൻ അനുമതി നൽകുകയാണ്. മുൻകാലങ്ങളിലൊക്കെ അവൻ നൽകാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ ഓരോ സമയത്തും അവൻ അത് പിന്തുണച്ചു. അവന്റെ പ്രവൃത്തികൾ തന്റെ ജനതയ്ക്ക് വരുത്തിവെച്ച കഷ്ടപ്പാടുകൾ പരിഗണിക്കാതെ, അതായത് മിസ്രൈമിലെ ഫറവോൻ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതിരുന്നപ്പോൾ ഓരോ ബാധയും വരികയാണ്. അതൊക്കെ ആ ജനത്തിന്റെ മേൽ വരികയാണ്. ആ ജനത്തിന് വരുന്നതായ കഷ്ടപ്പാടുകളെ കുറിച്ച് പരിഗണിക്കാതെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരെ വിട്ടയക്കാതെ ഇരുന്നതായ ഒരു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അവരെന്ത് സംഭവിച്ചിരിക്കുന്നു? അപമാനിതനായി ഏറ്റവും മോശമായ ബാധയുള്ള ധാരണമായ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലിന് മിസ്രൈം വിടാൻ അവൻ അനുമതി നൽകുന്നു. മുൻകാലങ്ങളിലെല്ലാം അവൻ നൽകാൻ വിശ്രമിച്ചു. അവന്റെ പ്രവൃത്തികൾ തന്റെ ജനതയ്ക്ക് വരുത്തിവെച്ച കഷ്ടപ്പാടുകൾ പരിഗണിക്കാതെ അവൻ ഇപ്പോൾ അവരെ അനുവദിക്കുന്നു. എബ്രായർ പോകാൻ മിസ്രൈമ ജനതയുമായി ആഗ്രഹിക്കുകയാണ്. അവരവരെ പറഞ്ഞു വിടുമ്പോൾ ദയവായി പോകുക, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോകും എന്ന് അവർ പറയുകയാണ്.
അതേസമയം ഇസ്രായേലിൽ എന്ത് ചെയ്യുന്നു? മിസ്രൈമെന്നും വെറും കൈയോടെ പോകാതിരിക്കാനും ഒടുവിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാലം യാത്രയിലായിരിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകാനും ദൈവം ഒരുക്കം ചെയ്തു. മിസ്രൈമ്യർ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് വിലയേറിയ വസ്തുക്കൾ നൽകിയത് അവർ വേഗത്തിൽ ദേശം വിട്ടുപോകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അവർക്ക് വിലയേറിയ വസ്തുക്കൾ സ്വർണവും വെള്ളിയും ഒക്കെയാണ് നൽകിയത്. ആ വിലയേറിയ വസ്തുക്കൾ നൂറ്റാണ്ടുകളായി ഇസ്രായേല്യർക്ക് നിഷേധിക്കപ്പെട്ട അടിമ വേലയുടെ കൂലിയായി വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും ഇപ്പോഴവർ നൽകുന്ന സ്വർണം വെള്ളിയും ഒക്കെ എന്താണ്? അവർക്ക് അധികം വില നൽകേണ്ടി വന്നില്ല. മിസ്രൈമ്യർക്ക് ഈ ഇസ്രായേലിയര് അവിടെ നിന്ന് ഇപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ നാശത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലിയെ അവിടുന്ന് പറഞ്ഞയക്കുന്നതിന് അവർക്ക് അധികം വില നൽകേണ്ടി വന്നില്ല. അല്ലെങ്കിൽ അവർ നൽകിയ വില അത്ര വലുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ എബ്രായരെ അവരുടെ ദേശത്തു നിന്ന് പുറത്താക്കുന്നതിന് മിസ്രൈമ്യർക്ക് നൽകേണ്ടി വന്ന വില അത്ര വിലയൊന്നുമല്ല, തുച്ഛമായ വില മാത്രമാണ്. ഈ കൊടുത്ത വെള്ളിയും സ്വർണ്ണമൊന്നും അവർക്ക് സംഭവിക്കുന്ന നാശത്തെ കണക്കിലെടുക്കുമ്പോഴും ഇവർ ഈ നൂറ്റാണ്ടുകളായി ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തെ നോക്കിയാലും അത് വലിയ തുകയല്ല. നമ്മുടെ പ്രവൃത്തികൾ തെറ്റായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ അനന്തര ഫലങ്ങൾ ഭയന്ന് മാത്രം നാം എത്ര തവണ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് യഥാർത്ഥ അനുതാപമല്ലാത്തത് എന്തുകൊണ്ട്? അങ്ങനെ സംഭവിക്കുന്ന ഒരു യഥാർത്ഥ അനുതാപമല്ല. ചിലപ്പോൾ ഒരു ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയുന്ന പാപങ്ങളെക്കുറിച്ച് ഖേദിക്കാൻ നമുക്ക് കഴിയുമോ എന്നത്, കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അതിൻ്റെ തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യജാതന്റെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. ഇവിടെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. നമ്മൾ ഇവർക്ക് ഇവിടുന്ന് വീണ്ടെടുപ്പലിന്റെ വിടുതലിന്റെ ഒക്കെ വാഗ്ദത്തത്തിന്റെ സമയം വരാൻ പോവുകയായിരുന്നു. അവരൊക്കെ അതിനുവേണ്ടി തയ്യാറാകേണ്ടതുണ്ടായിരുന്നു. അവർ വിശ്വസിക്കുക മാത്രം ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ അവരെ വിടുവിക്കുന്നവർ വിശ്വസിച്ചാൽ മാത്രം പോരായിരുന്നു. അവരുടെ വിശ്വാസങ്ങൾക്കനുസൃതമായി അവർ പ്രവർത്തിക്കുകയും ചെയ്യണമായിരുന്നു. അതാണ് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. ദൈവം എന്ത് ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു? വിശ്വാസത്താൽ. അതായത് നമ്മൾ യാക്കോബ് ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തി നിർജീവമാണെന്ന് നീ അറിയുന്നില്ലേ മൂഢ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ദൈവം അവരോട് പറയും, വിശ്വാസത്താൽ ഇപ്പോൾ അവർ ചെയ്യേണ്ടതുണ്ട്, അവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേല്യർക്ക് അവസാന ബാധയുടെ സമയത്ത് ഇസ്രായേലിലെ ആദ്യജാതന്മാർ ദൈവകൃപയാൽ എന്ത് ചെയ്തു? വിടുവിക്കപ്പെടുകയാണ്. ഇത് ഒരു ശാശ്വത കൽപ്പന നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് 13-ാമത്തെ അധ്യായം നമ്മൾ 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. അപ്പോൾ മോശ അവരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ അടിമ വീടായി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുകയും യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. അങ്ങനെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പൊ ഇത് ഒരു സമർപ്പണമാണ്. ദൈവം അവരെ അവിടുന്ന് വിടുവിക്കുന്നതിൻ്റെതായ ഒരു കോൺസിക്രേഷൻ. അവരെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് വേണം. എങ്ങനെയാണ് അവരെ അവിടുന്ന് വിടുവിക്കുന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ വിശ്വാസത്തോടൊപ്പം പ്രത്യാശയോടൊപ്പം അവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ വിശ്വാസത്താൽ എന്ത് ചെയ്തു? അവരുടെ വാതിൽപ്പടികളിൽ അല്ലെങ്കിൽ അവരുടെ വാതിലുകളിൽ രക്തമടയാളപ്പെടുത്തിയിരുന്നു. മോശയിലൂടെ കർത്താവിൽ നിന്ന് ഈ പുതിയ നിർദ്ദേശങ്ങൾ ലഭിച്ചു. എല്ലാ ആദ്യജാതന്മാരെയും എനിക്കായി വിശുദ്ധീകരിക്കുക എന്ന് ഈ 13-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ കാണുകയാണ്. അവിടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അത് ബാധകമായിരുന്നു. മൃഗങ്ങളെയും വേർതിരിക്കണമായിരുന്നു. നമ്മളെ സങ്കീർത്തനങ്ങൾ 24 സങ്കീർത്തനം വായിച്ച എന്താണ്? ഭൂമിയും അതിനുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് അത് പറയുന്നുണ്ട്. നിവാസികളും ഭൂമിയും അതിന്റെ ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. അതുപോലെ ഹഗ്ഗായുടെ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും എല്ലാം എന്റേതാണ്. അപ്പോൾ സകലതും ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെത് എന്ത് ചെയ്യണം? ഇസ്രായേലിയുടെ ആദ്യജാത പുത്രന്മാർ ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ആദ്യ ഫലമാണ്. അതായത് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ ഫലമാണ് അവരുടെ ആദ്യജാതൻ. അതിനെന്ത് ചെയ്യണം? അതിനെ നൽകുന്നതോടെ അവരെ മൊത്തമായി ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ടാണ് ആ പ്രക്രിയ മനസ്സിലാക്കുന്നത്. അവരോടുള്ള അവരുടെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും അവരുടെ കൈവശമുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ളതിന്റെ അടയാളമായിരുന്നു. ഇവിടെ വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും ആശയം നാം മനസ്സിലാക്കുകയാണ്. ആദ്യജാത പുത്രന്മാർ രക്തത്താൽ മൂടപ്പെട്ടതിനാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ മിസ്രൈമ്യരുടെ വീടുകളിലേക്ക് ആദ്യജാതന്മാരുടെ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ
രക്തമടയാളപ്പെടുത്തിയിരുന്ന വീടുകളിൽ നിന്ന് അവരുടെ ആദ്യജാതന്മാർ രക്ഷപ്പെട്ടു. അത് യേശുവിന്റെ രക്തത്തിന് കീഴിലുള്ള എല്ലാവരെയും പോലെ അവർ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. അത് യേശുവിന്റെ രക്തത്താൽ. അതിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിടുതലിന് കാരണമായി തീർന്നത്. അതാണ് പൗലോസ് എഴുതുന്നത്, എന്താണ്? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇത് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സമർപ്പണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചട്ടങ്ങൾ അവർക്ക് നൽകി. മിസ്രൈമ അടിമത്തിൽ നിന്നുള്ളതായ അവരുടെ വിടുതലിന്റെ ഒരു ആഘോഷം അവർ മൃഗങ്ങളെ ബലിയർപ്പിച്ച് അവരുടെ പുത്രന്മാരെ വീണ്ടെടുക്കണമായിരുന്നു. അവർ തങ്ങളുടെ കൈകളിലും കണ്ണുകൾക്കിടയിലും എന്ത് വെക്കണമെന്ന് പറയുന്നു. നമുക്ക് എത്ര വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസത്തിൽ മേൽ നാം പ്രവർത്തിക്കണം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇത് നിന്റെ കയ്യിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം. അപ്പോ ഈ യഹോവയ്ക്ക് നിങ്ങൾ യാഗമർപ്പിക്കുന്നു, എന്നാൽ എന്റെ മക്കളിൽ കടിഞ്ഞിലൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു. ഇത് സമ്പൂർണമായ ഒരു സമർപ്പണത്തിന്റെ കണ്ണിലും കയ്യിലും എന്തൊക്കെ വെക്കണം എന്നുള്ളതും നമ്മോട് പറയാണ്. അപ്പോൾ എത്ര വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കണം. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് അനുസരണത്തിലൂടെ കാണിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ആ സത്യത്തെ, അതായത് നമുക്ക് എത്ര വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിൽ നമ്മൾ കാണിക്കണം എന്ന ആ തത്വം നമ്മളെ എങ്ങനെയാണ് നമ്മൾ അതിനോട് നമുക്കുള്ള സമീപനം എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുമ്പോൾ ചെങ്കടൽ കടക്കൽ എന്നതാണ്. ചെങ്കടൽ കടക്കൽ, ക്രോസിംഗ് ദ റെഡ് സീ, അതാണ് അടുത്തതായ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അത് വീണ്ടും പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായത്തിലുമായി അത് കാണുകയാണ്. 13-ാം അധ്യായത്തിൽ ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം എന്ത് ചെയ്തു? ഫിലിസ്തീനയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരെയും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്ന് നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോ ഇസ്രായേലിയർ മിസ്രൈം വിട്ടപ്പോൾ ദൈവം അവരെ എങ്ങനെയാണ് നയിച്ചത്? ഒന്ന്, അവർക്ക് പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ യുദ്ധത്തിന് വേണ്ടതായ തയ്യാറെടുപ്പുകളൊന്നും അവരെടുത്തിട്ടില്ല. അവര് ഒരു ആർമിയെ പോലെ, ഒരു സൈന്യത്തെ പോലെയാണ് അവിടുന്ന് പുറപ്പെടുന്നത്. ഓരോ ഡിവിഷനായി, ഓരോ ഗോത്രങ്ങളായി പുറപ്പെട്ടു പോകുന്നതായിട്ടാണ്. എങ്കിൽ പോലും ഒരു പെട്ടെന്നൊരു യുദ്ധത്തെ നേരിടാനുള്ളതായ ഒരു തയ്യാറെടുപ്പ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു? ആ വഴിയായി കൊണ്ടുപോകാതെ ദൈവം അവരെ ചെങ്കടലിന്റെ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം അവരെ ചുറ്റി നടത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? മിസ്രൈം വിട്ടപ്പോൾ അവരെ ഗോത്രമായി പാളമിറക്കിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ ബിലയാം നോക്കിയിട്ട് എന്ത് പറയാണ്? മോവാബിന്റെ കുന്നുകളിൽ നോക്കിയിട്ട് ബിലയാം പറയുകയാണ്, എന്താണ്? ഇവർ ഗോത്രമായാണ് പാളമിറങ്ങിയിരിക്കുന്നു പറയുന്നു. അതുപോലെ തന്നെ ഈ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വാക്കുമ്പോൾ മോശ എന്ത് ചെയ്തിട്ടുണ്ട്? യോസേപ്പിന്റെ അസ്ഥികളും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ യോസേപ്പിന് ദൈവത്തിന്റെ ഈ വിടുതലിനെ കുറിച്ചുള്ളതായ ആ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോസഫ് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്റെ അസ്ഥികളും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരവിടുന്ന് വിടുവിക്കപ്പെടുന്നു. ആ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള യോസഫിന്റെ വിശ്വാസത്തിന്റെ നിവൃത്തിയാണ് ആ കാര്യം വെളിപ്പെടുത്തുന്നത്. മിസ്രൈമിന്റെ മഹത്വത്തിലും പദവികളിലുമൊക്കെ ജീവിച്ച യോസേപ്പിന് ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ചുള്ളതായ അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് എന്ത് ചെയ്തിരുന്നില്ല? ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. കനാൻ ദേശത്ത് തന്റെ അസ്ഥികൾ കൊണ്ടുപോകണമെന്ന് അവൻ അഭ്യർത്ഥിച്ചു. അപ്രകാരം മിസ്രൈം അവരവിടുന്ന് യോസഫിന്റെ അസ്ഥികൾ കൊണ്ടുപോയതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഈ യാത്രയിൽ ഇവർക്ക് പകൽ വെയിലിന്റെ ചൂടടിക്കാതെ എന്തായി? മേഘസ്തംഭമായിട്ട് ദൈവം അവരുടെ മുമ്പിൽ നിന്നു. അതുപോലെ രാത്രിയിൽ ഇവർക്ക് വെളിച്ചമായിട്ട് അഗ്നിസ്തംഭമായും എന്ത് ചെയ്തു? ഈ ദൈവം അവർക്ക് മുമ്പായി നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഇവരിവിടുന്ന് പുറപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ, പോകാൻ അനുവദിച്ച ഫറവോൻ പുറപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഫറവോന് തോന്നി, അയ്യോ, വിട്ടയച്ചത് നമുക്ക് മണ്ടത്തരമായി പോയി, ഇനി നമ്മുടെ ഈ പണികളൊക്കെ ആര് ചെയ്യും? അപ്പോ അവൻ അറിവ് കിട്ടി. എന്താണ്? അവർ ചെങ്കടലിന്റെ സമീപത്തിൽ ഉഴലുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവൻ അവരെ വേഗത്തിൽ
നേരത്തെ എന്താ പോകാൻ നേരം പറഞ്ഞത്? നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ, എന്നെ കൂടി അനുഗ്രഹിക്കണം എന്ന് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതൊക്കെ വെറും പ്രഹസനമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തേക്കണ്? അവൻ പെട്ടെന്ന് തന്റെ സൈന്യത്തെ ശേഖരിക്കുകയാണ്. അവർ രക്ഷപ്പെട്ട അടിമകളെ അവരെ എന്ത് ചെയ്യാണ്? ഇവരെ പിന്തുടരുകയാണ്. ഇവരെ പിന്തുടർന്ന് എന്ത് ചെയ്തു? നോക്കണം, മനുഷ്യൻ പാപത്തിൽ യഥാർത്ഥത്തിൽ എത്രമാത്രം അന്ധനായിരിക്കുന്നു നോക്കിക്കേ. ദൈവിക നടത്തിപ്പ് കാണാൻ കഴിയാതെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് അത് കാണാൻ കഴിയുക. നമ്മുടെ വിശ്വാസത്തിൽ സംശയം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ, അല്ലെങ്കിൽ നമ്മൾ അന്ധരായി മാറും. നമുക്ക് കാര്യങ്ങളൊന്നും കാണാൻ കഴിയാതെ, എന്ന് വെച്ചാൽ നമ്മൾ ഈ അക്ഷരീയമായ കാഴ്ചയെക്കുറിച്ചല്ല പറയുന്നത്, ദൈവിക നടത്തിപ്പിന്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാൻ കഴിയും. അതാണ് ഫറവോന് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഫറവോന്റെ സൈന്യം ഇവരെ പിന്തുടരുന്നു. അങ്ങനെ പിന്തുടരുന്നത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? മിസ്രയീമ്യർക്ക് ഭയങ്കര നിരാശ. അവര് വലിയ പ്രതിസന്ധിയിലായി. ഇനി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, അസാധ്യമാണ് മുന്നോട്ടുള്ള പോക്ക് എന്നവർ വിചാരിച്ചിട്ട് അവര് പിറുപിറുക്കുകയാണ്. മോശയെ കുറ്റം പറയുകയാണ്. ചോദിക്കുന്നത് എന്താണ്? മിസ്രയീമിൽ ശവക്കുഴിയിൽ ഇല്ലാഞ്ഞിട്ടാണോ മരുഭൂമിയിൽ മരിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നീ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയത് എന്തിന്? അപ്പോ അവിടെയാണ് ദൈവത്തിന്റെ ശക്തിയുടെ നാടകീയമായ പ്രകടനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യജാത പുത്രന്മാരെ എന്ത് ചെയ്തു? കൊല്ലാതെ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി. ആളുകൾ ഇപ്പോഴും, എങ്കിലും അതൊക്കെ കണ്ടിട്ടും ഇവർക്ക് എന്താണ്? ഇപ്പോഴും അവർക്ക് വിശ്വാസക്കുറവുണ്ട്. ദൈവത്തിൽ ഇപ്പോഴും അവർക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. നോക്കിക്കേ, അവിടെ നിന്നുള്ള പുറപ്പാട് നമ്മൾ ചരിത്രം മനസ്സിലാക്കിയാൽ 430 വർഷം എന്നാണ് പറയപ്പെടുന്നത്. അത്രയും വർഷം അവിടെ അടിമവേല ചെയ്ത് ജീവിച്ച് അവർക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയാതിരുന്നിട്ട് ദൈവം അതിശയകരമായി ബാധകൾ, പ്രത്യേകിച്ച് 7 ബാധകൾ അവരെ തൊടാതെ മിസ്രൈം ജനത്തെ മാത്രമായിട്ട് അയച്ച് മിസ്രൈമ്യർ അവിടെ നിന്ന് ഗത്യന്തരമില്ലാതെ അവർ പരാജയപ്പെട്ട് ഇവരെ അവിടെ നിന്ന് വിട്ടയക്കുകയും ആ അവസാന ബാധയിൽ മിസ്രൈമ്യരുടെ ആദ്യജാതനെയൊക്കെ കൊല്ലുന്ന സമയത്ത് ഇവരുടെ ആദ്യജാതൻ സംരക്ഷിക്കപ്പെട്ട അതിശയകരമായ കാര്യം കണ്ടിട്ടും ഇവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോൾ വിശ്വാസം വന്നിട്ടില്ല. ദൈവിക നടത്തിപ്പിനെ കുറിച്ച് ഇപ്പോഴും അവർക്ക് സംശയമാണ്. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയുടെ നാടകീയ പ്രകടനങ്ങൾ, ആദിജാത പുത്രന്മാരെ ഒഴിവാക്കിയത് ഉൾപ്പെടെ അവരിപ്പോഴും എന്ത് ചെയ്യുന്നു? അവരെ അതിശയിപ്പിക്കുന്ന വിശ്വാസക്കുറവ് അവർക്കുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവസാനമായി ഒരു ഭയാനകമായ സാഹചര്യത്തെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഭയാനകമായ അവസ്ഥയിൽ ദൈവം നമ്മളെ കൈവിട്ടോ? ഇവിടെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയായിരുന്നു? ഇനിയും അങ്ങനെയുള്ള അവസരം നമുക്ക് വരികയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ എന്ത് പാഠങ്ങളാണ് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് എന്നത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മിസ്രയീം ചെങ്കടലിന്റെ കടക്കുന്നതായ കാര്യത്തിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അസന്നിഗ്ധമായ, അല്ലെങ്കിൽ അവർക്കൊരു നിരാശകരമായ, അസാധ്യമെന്ന് തോന്നുന്ന അവസ്ഥയിൽ അവര് വന്നുപെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ എന്താ പറയുന്നത്? മോശ അവരോട് പറയുകയാണ്. എന്താണ്? വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ പറയുകയാണ്. വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ ദൈവം മോശയോട് ജനത്തോട് പറയാൻ ആവശ്യപ്പെടുന്നു. അവർക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? ആ വിശ്വാസക്കുറവൊന്നും അപ്പോൾ പരിഗണിക്കാതെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ദൈവം ചെയ്യുന്നത്? ഒന്നാമത് ദൈവം പറയാണ് എന്താണ്? ഭയപ്പെടേണ്ട. ഒന്നാമത്തെ കാര്യം ഭയപ്പെടേണ്ട. രണ്ടാമത് പറയാണ് സ്റ്റാൻഡ് ഫോം, എന്ന് വെച്ചാൽ ഉറപ്പുള്ളവരെ നിൽക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ, നിശ്ചലരെ നിൽക്കുക. മൂന്നാമത് പറയുന്നത് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വിടുതൽ, യു വിൽ സീ ദ ഡെലിവറൻസ് ദ ലോർഡ് വിൽ ബ്രിങ് യു ടുഡേ. ദൈവം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന വിടുതൽ ഇന്ന് നിങ്ങൾ കാണും. നാലാമത് എന്ത് പറയുന്നു? ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ 4 കാര്യങ്ങൾ ദൈവം മോശയോട് പറഞ്ഞ് മോശയിലൂടെ അവരോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ചെങ്കടല് നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പുറകെ വരുന്ന ഫറവോന്റെ സൈന്യത്തെ നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട. അതാണ് നമ്മൾ മനപ്പാടം വായിച്ച് ഇന്ന് കണ്ട മിസ്രൈമ്യരെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഇനി കാണുകയില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉറപ്പിക്കണം. നിങ്ങൾക്ക് വിശ്വാസം വേണം. സ്റ്റാൻഡ് ഫോം. വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നിശ്ചലമായി നിൽക്കുക എന്നത് നിങ്ങളുടെ പിറുപിറുപ്പ് നിർത്തുക എന്നത് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഇടപെടലിനായി നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ, ക്ഷമയോടെ കാത്തിരിക്കുക എന്നുകൂടി അത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോ ഭയപ്പെടേണ്ട എന്ന് പറയുന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ വിശ്വാസികൾ ദൈവത്തിന്റെ കൈകളിലാണെന്നും അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്വീകരിക്കുമെന്നും അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ദൈവം പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. അതിനാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട,
എന്ന് യെശയ്യാവിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ ദൈവമാണ്, നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ 4 കാര്യങ്ങൾ ഇവിടെ അവരുടെ അവിശ്വാസത്തെ കണക്കിടാതെ ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം, നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും. 2, നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക, സ്റ്റാൻഡ് ഫോം. 3, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന വിടുതൽ നിങ്ങൾ ഇന്ന് കാണും. 4, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മിസ്രയേൽ ജനം പോലും പറയുകയാണ്, കർത്താവ് ദൈവത്തിന്റെ കരം അവരുടെ മേൽ വന്നു. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടി അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത് നേരത്തെ ആർക്ക് കാണാൻ കഴിഞ്ഞില്ല? ഈ ഇസ്രയേലിനും കാണാൻ കഴിഞ്ഞില്ല, മിസ്രീമർക്കും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ഇസ്രയേലിയർ അല്ലെങ്കിൽ ഇസ്രയേൽ ജനം മുഴുവൻ എന്ത് ചെയ്തു? മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ മോശ കൈ നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ കാണുന്നത് ദൈവത്തിന്റെ ദൂതനും നേരത്തെ ദൈവത്തിന്റെ ദൂതനും ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇവർക്ക് മുമ്പിലാണ് നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ മിസ്രയീമിന്റെ സൈന്യം ഇവരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇവർക്ക് പിന്നിലായി. അപ്പോൾ പിന്നിൽ നമ്മളെ നാട്ടിൽ ചൊല്ലുണ്ട്, എന്താണ്, നമ്മള് വെളിച്ചം പണ്ട് ചൂട്ടാണ് ഉപയോഗിക്കുന്നത്, ചൂട്ട് മുമ്പിൽ പോകും, വെളിച്ചം പുറയിൽ കിട്ടും. അപ്പൊ ചൂട്ടക്ക് പിൻപിൽ എന്നൊരു ചൊല്ലുണ്ട്. എന്നതുപോലെ വെളിച്ചം മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിലോട്ട് അതിന്റെ വെളിച്ചം കിട്ടും. ഇപ്പോൾ വെളിച്ചം എന്ത് ചെയ്തിരിക്കുന്നു? വെളിച്ചം തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നുവെച്ചാൽ പുറകിൽ നിന്ന് മുമ്പോട്ട് വരികയാണ്. നേരത്തെ വെളിച്ചം മുമ്പിൽ നിന്ന് പുറമോട്ട് വന്നു ഇവർക്ക് പോകാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുറകിൽ നിന്ന് മുമ്പോട്ട് വെളിച്ചം പോകുന്നു. ഇവർക്ക് യാത്ര ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ചെങ്കലുകളെ പിളർന്ന് 2ആയി കാറ്റടിപ്പിച്ച് അതിനെ ഉണക്കി ഉണങ്ങിയ നിലത്തൂടെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ മിസ്രീമർക്ക് എന്ത് ചെയ്തിരുന്നു? വെളിച്ചമില്ല. അവർ അന്ധത പിടിച്ചവരായി മാറി, അവർക്ക് ഒന്നും കാണാൻ വയ്യാത്തവരായി. പക്ഷേ ഇവര് പോകുന്നിടത്തൂടെ ഇവരും യാത്ര ചെയ്യാൻ പോയി. വിശ്വാസത്തിൽ അന്ധത പിടിച്ചവരായിട്ട് പുറകെ പോയി, ഒന്നും കാണാൻ കഴിയാത്തവരായിട്ട് പോയി. പെട്ടെന്ന് സംഭവിച്ചു, ഇവരെല്ലാം മക്കളെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ ചെങ്കടൽ തിരികെ വന്ന് അവരെ മുഴുവൻ അവിടെ നശിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ മേഘസ്തംഭം ആദ്യം എന്ത് ചെയ്തു? മേഘസ്തംഭവും അഗ്നിസ്തംഭവും പിന്നിൽ വന്നു. പാളത്തിന്റെ മുന്നിൽ നിന്ന് അവർ മാറി പിന്നിൽ നിന്നു. മിസ്രയീമ്യ സൈന്യത്തിൽ നിന്ന് അവരെ ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചു. വിശ്വാസത്താൽ മോശ കടലിന് മുകളിൽ കൈനീട്ടി. കർത്താവ് വെള്ളം വിഭജിച്ചു. ശക്തമായ ഒരു കാറ്റ് കൊണ്ട് അത് വറ്റിച്ചു. അതിന്റെ ഫലമായി ഇസ്രായേലിയർ കടലിൽ ഉണങ്ങിയ നിലത്തിലൂടെ സുരക്ഷിതമായി മറുകരയിലേക്ക് പോയി. മിസ്രയീമ്യർ അന്ധമായി അവരെ പിന്തുടർന്നു. കാരണം ദൈവം തന്റെ ജനത്തിനു വേണ്ടി അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കാണുന്നില്ല. അവരുടെ ഏറ്റുപറച്ചിൽ വെളിപ്പെടുത്തിയതുപോലെ വളരെ വൈകുന്നത് വരെ അവർക്ക് കാര്യം കാണാൻ. അവസാനമാണ് അവർ പറയുന്നത് എന്താണ്? ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മളൊരു യാത്രയിലാണ്, നമ്മളൊരു സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. നമുക്ക് ഉണ്ടാകാവുന്ന എല്ലാ ഫറവോന്റെ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ നിരാശപ്പെടാതെ, അസാധ്യത എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാതെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പാഠം നമ്മളെ സഹായിക്കണം. നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് വരുന്നു. മോശയുടെ ഈ മിര്യാമിന്റെ ഗീതം. മിസ്രയീം സൈന്യം മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. ഈ സൈന്യം മുഴുവൻ എന്ത് ചെയ്തു? ഈ കടലിൽ ചത്തുപോയി. ഫറവോൻ ഉൾപ്പെടെ ആരും അതിജീവിച്ചില്ല. മിസ്രയീമ്യർക്ക് ഇത് അത്ഭുതകരമായ പരാജയവും ദൈവജനത്തിന് ഒരു സമ്പൂർണ്ണ വിജയവുമായിരുന്നു. അവരുടെ ചരിത്രത്തിലുടനീളം ഇന്ന് വരെയും യഹൂദന്മാർ ഈ കഥ ആവർത്തിച്ച് പറയുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. നമ്മൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. നോക്കണം, മോശയുടെ ഗാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്റെ ജനത്തെ എതിർത്തവരെ പരാജയപ്പെടുത്തിയ ശക്തനായ യോദ്ധാവാണ് ദൈവം. ദൈവമായ കർത്താവ് തന്റെ ശക്തിയും ഗാനവും എന്റെ ഗാനം അതാണെന്നാണ് മോശ പറയുന്നത്. എന്റെ ഗാനവും രക്ഷയുമാണ് എന്ന് മോശ ഊന്നി പറയുന്നു. അവനെ പോലെ, ഈ ദൈവത്തെ പോലെ ആരുമില്ല. വിശുദ്ധിയിൽ മഹത്വമുള്ളവൻ, മഹത്വത്തിൽ ഭയങ്കരൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. മോശയുടെ ഗാനം ദൈവത്തെക്കുറിച്ചാണ്. അവിടുന്ന് ആരാണെന്നും എന്തു ചെയ്യുന്നുവെന്നും മോശ പ്രകീർത്തിക്കുന്നു. തന്റെ ജനത്തിനായുള്ള അവിടുത്തെ മികച്ച പ്രവർത്തിക്ക് കർത്താവിനെ ഉയർത്തുകയും സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. നമ്മോടുള്ള നമ്മുടെ നന്മയുടെ സ്വാഭാവിക ഫലങ്ങളാണ് നന്ദിയും ആരാധനയും. നമ്മോടുള്ള ദൈവത്തിന്റെ നന്മയുടെ
സ്വാഭാവിക ഫലങ്ങളാണ് നമ്മൾ നന്ദി പറയുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും. അപ്പോൾ ഈ ചെയ്തതായ പ്രവർത്തനത്തെയൊക്കെ കണ്ടിട്ട് ആ മഹത്വമുള്ള വിശുദ്ധിയിൽ മഹത്വത്തിൽ ഭയങ്കരനായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് മോശ, നന്ദിയോടെ ആരാധിക്കുകയാണ് മോശ ചെയ്തത്. ആ നന്ദിയും ആരാധനയും അവിടുത്തെ സ്നേഹം ആസ്വദിക്കുക എന്നുള്ളത് ഊർജ്ജസ്വലമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ മുൻവ്യവസ്ഥയാണ്. പ്രത്യേകിച്ചും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹം ഊന്നിപ്പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം അവിടുന്ന് വീണ്ടെടുത്തവരെ അവിടുന്ന് നയിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ അവിടെ മനസ്സിലാക്കണം. ദൈവം വീണ്ടെടുത്തവരെ, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നമ്മളെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ നമ്മളെ ദൈവം നയിക്കും. നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? നമ്മളെ വിട്ടുകൊടുത്താൽ മാത്രം മതി. ദൈവത്തിന് നയിക്കുവാൻ നമ്മളെ അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി. അവരെ വിശുദ്ധ വാസസ്ഥലത്തിലേക്ക് നയിക്കും. ദൈവം തന്റെ അവകാശത്തിന്റെ പർവ്വതത്തിൽ വിശുദ്ധ മന്ദിരം സ്ഥാപിക്കുമെന്ന് മോശ അന്ന് പ്രവചിച്ചു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ കാണുന്നത്? വീണ്ടെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടും. നമുക്കതൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? വീണ്ടെടുക്കപ്പെട്ടവർ മോശ പാടിയതുപോലെ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെയും വിശുദ്ധിയെയും കുറിച്ച് പാട്ടുപാടും. ദൈവം നീതിമാനാണെങ്കിൽ മരണാനന്തര ജീവിതം ഉണ്ടായിരിക്കണമെന്ന് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി. ആ പ്രസ്താവന ഇത്ര സത്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത്രയും കാലം ഇവിടെ കാണാത്ത നീതി ഒരു ദിവസം വരുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ആശ്വാസം കണ്ടെത്താനാകും എന്നതാണ് ഒരു ചോദ്യമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്മാനുവൽ കാന്റ് പറയുന്നത് ദൈവം നീതിമാനാണെങ്കിൽ എന്തുണ്ടാകുമെന്നാണ്? മരണാനന്തര ജീവിതം, അത് നിത്യത ഉണ്ടാകുമെന്നാണ്. ആ പ്രസ്താവന, ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന സത്യമാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളത് പ്രത്യാശ വെക്കുന്നു. പക്ഷെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇത്രയും കാലം കാണാതിരുന്നൊരു കാര്യം, അതായത് നമ്മുടെ മുമ്പിൽ ഇതുവരെ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും എന്ത് സംഭവിച്ചിട്ടില്ല, അങ്ങനെ ആരെയും ജീവിക്കാൻ നമ്മൾ കണ്ടില്ല. അപ്പോൾ അതെങ്ങനെ സത്യമാകുമെന്ന് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. ആ വിശ്വാസം, അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയിലൂടെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചാണ്. ചെങ്കടൽ കടന്നു പോകുന്ന കാര്യങ്ങൾ, ചെങ്കടലിലൂടെയുള്ളതായ അനുഭവം, ചെങ്കടൽ നടുവിൽ നിന്നപ്പോൾ, ചെങ്കടൽ മുമ്പിൽ നിന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നതും, ദൈവത്തെ അവർ പൂർണ്ണമായി വിശ്വസിച്ചില്ലായിരുന്നിട്ട് പോലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെയൊക്കെയാണ്, ദൈവത്തോട് ആവശ്യപ്പെട്ടത് എന്തൊക്കെയാണ്, നമ്മോട് ഇന്ന് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ദൈവം നമുക്ക് വേണ്ടി വിടുതൽ കൊണ്ടുവരും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ യാത്രയിലും നമ്മുടെ ഈ സ്വർഗീയ പ്രയാണത്തിലും നമുക്ക് ഒരുപാട് ഫറവന്മാരുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി പൊരുതും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വിട്ടുകളയാതെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ദൈവത്തെ അനുവദിക്കുകയും വിശ്വാസത്തിന്റെ കണ്ണുകളോടെ നമ്മൾ പ്രത്യാശയിൽ അത് കാണുകയും വിശ്വസിക്കുകയും ചെയ്യണം. ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ അനുസരണത്തിൽ നമ്മൾ കൊണ്ടുവരുമെങ്കിൽ നിശ്ചയമായും നമുക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയും. നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അന്ന് യോസേഫ് അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളതായ കനാൻ ദേശത്തിലേക്ക് ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നുള്ളതായ വിശ്വാസത്താൽ ജീവിച്ചതുപോലെ, അവസാനം യോസേഫിന്റെ അസ്ഥികൾ അവരെടുത്തുകൊണ്ട് വന്നതുപോലെ നമുക്കും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ സ്വർഗീയ കനാൻ ലഭ്യമാകും എന്നുള്ളതായ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അനുസരണത്തിൽ നമുക്ക് ജീവിക്കാം, നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അതിനെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാഠപഠനത്തിൽ അവിടുന്ന് കൂടെ വരുന്ന സ്തോത്രം. ഇത്രയും സമയം കർത്താവേ, ഞങ്ങൾക്ക് മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയതായ വിടുതലിനെ കുറിച്ച്, അവരുടെ ചെങ്കടൽ കടന്നതിനെ കുറിച്ച്, അവർക്കുണ്ടായ അവിശ്വസ്തതയെക്കുറിച്ച്, അവരുടെ പിറുവിറുപ്പിനെ കുറിച്ച്, ദൈവം ഇടപെട്ടതിനെ കുറിച്ച് ഒക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവം ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഉറച്ചു നിൽക്കുക, ഭയപ്പെടാതിരിക്കുക. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ ഇന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വിശ്വാസം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഈ പാഠം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.